പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിൽ നിന്ന് പിരിഞ്ഞുപോയവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്ന മക്കളില്ലാത്തവരെ, ഒത്തിരി അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ട് ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ, അവരൊറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടകമ്പോളങ്ങളും വരുമാന മാർഗം മുട്ടിപ്പോയ മക്കളുണ്ട്.
അവർക്ക് ഈ ആശീർവാദത്തിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിന് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കൃപാസന ആൾത്താരെ ഇവനോടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ കുടുംബത്തെ വരുമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിയമാവർത്തനം 5:7 ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈ നമ്മളെ കേൾക്കുമ്പോൾ ഇത് എപ്പോഴും കേട്ടിട്ടുള്ളതെല്ലാം ചോദിച്ചുകൊണ്ട് നിങ്ങൾ തള്ളിക്കളയും. പക്ഷേ അതർ ഗോഡെന്ന്, ഇത് മറ്റൊരു ദൈവം. ഈ മറ്റൊരു ദൈവം ആരാണെന്നറിയാവോ? ഈ മറ്റൊരു ദൈവം ചിലപ്പോൾ അങ്കിളാവും, ചിലപ്പോൾ ആൻറ്റി ആവും, അപ്പം ചിലപ്പോൾ നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനമാവും, അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പാവും, പൊന്നാവും. ഈ അതർ ഗോഡെന്നുള്ള സംഭവം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹത്തെ ഡിവൈഡഡ് അവലംബങ്ങൾ, വിഭജിതമായിട്ടുള്ള അവലംബങ്ങൾ, അത് എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഗ്രഹത്തെ കാര്യം അങ്ങനെ സാധ്യമല്ല. അതാണ് വിഷയം. വിഭജിച്ച അവലംബങ്ങൾ എന്തുകൊണ്ട് സാധ്യമല്ലെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫോർമുലയാണ്. അതെന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എഫെസ്യസ് 2:8 നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ആൻറ്റി നിങ്ങൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്നു. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ പറയാം, നിങ്ങൾ പഠിച്ചു വാ, മാം പഠിച്ചു വാ. അമ്മയും പറയും, അങ്കിൾ കൊണ്ടുപോകുകയെ, മാം പഠിച്ചു വാ, ആൻറ്റി കൊണ്ടുപോകുകയെ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ഈ അങ്കിളും ആൻറ്റിയും അറിയാതെ അതർ ഗോഡാവും. അപ്പം നിങ്ങൾ അവരോട് ഇപ്പം അങ്കിളും ആൻറ്റിയും വിരുന്നിന് വല്ല ഫോറിൻ രാജ്യങ്ങളിലൊക്കെ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ ചിലപ്പോൾ അന്ന് കുടുംബ പ്രാർത്ഥന പോലും ഉണ്ടാകത്തില്ല. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പാചകവിധികളും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടവരല്ലേ, പോയി രക്ഷപ്പെടുത്തേണ്ടവരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞായറാഴ്ച കുർബാനയും പോകും. ഇവരെല്ലാം നമ്മളറിയാതെ ഒരു അതർ ഗോഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. പക്ഷേ കുഞ്ഞുങ്ങളെ ജോലിക്ക് പോകേണ്ട സമയമാകുമ്പോൾ ഒന്നെങ്കിൽ അങ്കിള് കല്യാണം കഴിച്ച് കാണും, ആൻറ്റി കല്യാണം കഴിച്ച് കാണും. അങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളെ പറഞ്ഞ പോലെ സഹായിക്കാൻ പറ്റുമെന്ന് വരുന്നില്ല. പല ആൾക്കാരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് നീന്തണേണ്ട കാര്യം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന്മാരിൽ അഭയം പ്രാപിച്ചത് കൊണ്ടാണ്. അതാണ് അതർ ഗോഡെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പം അതർ ഗോഡ് എന്തുമാകാം, നമ്മളെപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒപ്പമെങ്കിലും അവലംബം വേറെ വല്ല സ്ഥാപനജംഗ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ കൊടുക്കുന്നുണ്ടോ എന്ന്, എങ്കിൽ അവരെ കൊണ്ട് നാളെ നമുക്ക് സങ്കടം വരാൻ സാധ്യതയുണ്ട്. തന്നെയല്ല ഈ ദൈവമായിട്ട് റിലേഷൻ പിന്നെ ഒരിക്കലും ശരിയാകത്തില്ല. ദൈവം ഒരിക്കലും അതുകൊണ്ട് എപ്പോഴും പറയുമേ, നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ നീ ഒരിക്കലും സേവിക്കരുതെന്ന് പറയും. അതാണ് നിൻ്റെ വിഭജിത ഹൃദയം. നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ ഒരിക്കലും നീ സേവിക്കരുത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ അങ്ങനെ വചനമുണ്ടാ? വചനമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം കിട്ടണ വചനമുണ്ട്. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ. മർക്കോസ് 12:30 നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും
പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ. എല്ലാം പൂർണ്ണമാണേ, അവിടെ ഒന്നും ഭാഗികമില്ല. അപ്പം നിങ്ങൾ ദൈവം പാതി മനുഷ്യൻ പാതി എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ വലിയ പഴഞ്ചൊല്ലാണ്. അതൊന്നുമല്ല. ദൈവത്തിൽ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരെ പ്രിൻസിപ്പൽ ഡിപ്പെൻഡൻസ് ദൈവത്തിൽ തന്നെ കൊടുക്കണം. കാര്യം എന്താണ്? മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളിലും ദൈവം തിരുമനസ്സായാലാണ് വർക്കൗട്ട് ചെയ്യണത്. ഇന്നീ ദിവസം ഈ ആൾത്താരയിൽ വന്ന് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് കടന്നു വന്നത് 2 വർഷം മുമ്പാണ്. എൻ്റെ കുഞ്ഞിൻ്റെ പ്രസവം കഴിഞ്ഞ് മോൾക്ക് ആദ്യമായിട്ട് കുഞ്ഞുടുപ്പ് മേടിച്ചുകൊണ്ട് വന്നത് എൻ്റെ മാതാവിൻ്റെ പത്രത്തിലാണ്. അന്നാണ് ആദ്യമായിട്ട് മാതാവിനെ കാണുന്നതും ഇത് കൃപാസനത്തിലെ മാതാവാണെന്ന് പരിചയമുള്ളൊരു ചേച്ചി പറയുന്നതും. പക്ഷേ അന്നൊന്നും ഉടമ്പടിയെ പറ്റിയോ കൂടുതൽ മാതാവിനെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു ഹിന്ദുവായിട്ട് ജനിച്ചിട്ടും എങ്ങനെയൊക്കെയോ ഈശോയുടെ അടുക്കലേക്ക് വന്നവളാണ് ഞാൻ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശോയെ, ഒത്തിരി ഒന്നും അറിയില്ല എങ്കിൽ പോലും ബൈബിള് വായിക്കുകയും മുട്ടുകുത്തി നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തവളാണ് ഞാൻ. എന്നിട്ടും അന്നൊന്നും മാതാവിനെ ഒരുപാട് അറിയാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇത്രയും നാൾക്ക് ശേഷം 2025 ജൂൺ 14 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനെ പരിചയപ്പെട്ടത്. അതിന് ശേഷമാണ് ഒത്തിരി മാതാവിനെ അറിയാൻ തുടങ്ങിയത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒത്തിരി കടബാധ്യതകളോടുകൂടിയാണ്. കാര്യം എൻ്റെ ഹസ്ബൻഡിന് പുറത്തേക്ക് പോകാനായിട്ട് 2 പ്രാവശ്യം വിസയ്ക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കടബാധ്യതകളായി ജീവിതം ഇനി ഏത് വഴിയിലേക്കാണ് പോകുന്നതെന്നറിയാതെ ഒത്തിരി വിഷമിച്ചാണ് ഞാൻ ഇവിടെ വന്ന് കയറുന്നത്. പക്ഷേ ഇവിടെ വന്ന് എന്താ ഉടമ്പടി, എന്താ അതിന് ചെയ്യേണ്ടതൊന്നും അറിയില്ല. ഇവിടെ വന്നു, അന്വേഷിച്ചു, പറഞ്ഞു, ഉടമ്പടി എടുത്തു, അച്ഛൻ്റെ ക്ലാസ് കേട്ടു, മാതാവിനോട് 6 നിയോഗങ്ങൾ എഴുതി. എന്തൊക്കെയാണ് 6 നിയോഗങ്ങളെന്ന് പോലും അറിയില്ല. പക്ഷേ ആദ്യം ഞാൻ എഴുതിയത് എൻ്റെ ഭർത്താവിന് വിദേശത്തേക്ക് ഒരു ജോലി എൻ്റെ മാതാവ് തരണമെന്നാണ്. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിൽ 2ാമത് എഴുതിയത് എനിക്കൊരു സർക്കാർ ജോലി. ഒത്തിരി നാളായിട്ട് ഞാൻ PSC എഴുതുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മാസം ആയപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്കതിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടാൻ പറ്റി. അപ്പോഴും തന്നെ എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് കൂടെ ഉണ്ട്, എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന്. അന്ന് മുതൽ പ്രാർത്ഥന കുറച്ചും കൂടി ശക്തമാവാൻ തുടങ്ങി. എന്നും ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഓരോ ദിവസവും എഴുന്നേൽക്കുന്നതും അച്ഛൻ്റെ ആ ഒരു ഡെയിലി ബ്രെഡ് കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന വല്ലാത്തൊരു അനുഭവമാണ്. അന്ന് ഒത്തിരി സങ്കടത്തോടു കൂടി എണീറ്റാലും ഒരു ആത്മവിശ്വാസം അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡിലൂടെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പരിചയമുള്ളൊരു വ്യക്തിയിലൂടെ ഹസ്ബൻഡിന് പുറത്തേക്ക് പോകാനായിട്ട് ഒരു അവസരം പിന്നെയും വരികയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവേ, ഇനി ഒരു അവസരം തന്നാൽ അത് ഞങ്ങൾക്ക് മാതാവ് തരുന്നതായിരിക്കണം. ഇനി ഞങ്ങൾ ഒരിക്കലും ഒരു കുഴിയിലേക്ക് പോയി വീഴരുത്. അങ്ങനെ വീണാൽ ഇനി എഴുന്നേറ്റ് വരാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ അത്രയും പൈസ പോയപ്പോൾ അപ്പോഴും പോലും ഞങ്ങൾ പറഞ്ഞത്, മാതാവ്, ഇനി പോകുമ്പോൾ 1 രൂപ പോലും എൻ്റെ ഏട്ടന് ചിലവാകാതെ വേണം പുള്ളി പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ പുള്ളി വന്നു, ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങളോട് ഒരു പരിചയമില്ലാതെ, ഞാനൊന്ന് ജോലിക്ക് പോയപ്പോൾ പരിചയപ്പെട്ട ഒരാളാണ്. ആ ചേട്ടൻ വിളിച്ചു, ഏട്ടൻ വന്നു. ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതായത് പുള്ളി ഒരു ഇലക്ട്രീഷ്യൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ജോലി അതിനേക്കാൾ വലിയ ജോലിയാണ്, പുള്ളിക്ക് അറിയാത്ത ജോലിയാണ്. എന്നിട്ട് പോലും ആ ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം, ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്തത് മതി എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചേട്ടൻ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടി. അതിൽ മാതാവിൻ്റെ ഒരു കൈയുണ്ട്. കാര്യം അതിൽ സൈൻ ചെയ്ത് തന്നത് മേരി എന്ന് പേരുള്ള ഒരു ഓഫീസറായിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് അതൊരു മാതാവ് തന്ന അടയാളമായിരുന്നു. ഉറപ്പായിട്ടും ഇത് ശരിയാവുമെന്ന് ഞങ്ങൾക്ക് അന്നും ഞങ്ങൾ വിശ്വസിച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത കടമ്പ എന്ന് പറയുന്നത് പുള്ളിയുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യണമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴും മാതാവ് വന്നു, ആരുടെയൊക്കെയോ രൂപത്തിൽ വന്ന് അതിനുള്ള പൈസയും ഞങ്ങളുടെ കയ്യിൽ തന്നു. ഏട്ടൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തു, എല്ലാം കഴിഞ്ഞു. വെരിഫിക്കേഷന് പോലീസ് വീട്ടിൽ വരാതെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് എമർജൻസി ആയിട്ട് നമ്മൾ വിസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 2-3 ദിവസത്തിനകത്തേ നമുക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ. പക്ഷേ ഒറ്റ ദിവസത്തിൽ പിറ്റേ ദിവസം തന്നെ പുള്ളിക്ക് പാസ്പോർട്ട് കിട്ടി. വീട്ടിൽ വെരിഫിക്കേഷൻ ആരും വരാതെ തന്നെ എല്ലാം റെഡിയായി. ഇന്നിപ്പോൾ സാക്ഷ്യം പറയാൻ വന്നത് തന്നെ പുള്ളി ചൊവ്വാഴ്ച പോവുകയാണ്. എല്ലാം റെഡിയായി. 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്നായിട്ടില്ല. കമ്പനിയിൽ നിന്ന് തന്നെ അവർ വിസയും ടിക്കറ്റും എല്ലാം അയച്ചു തന്ന് ചൊവ്വാഴ്ചയുടെ അന്ന് പുള്ളി പോവുകയാണ്. ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണത്. അതിനു വേണ്ടിയാണ് മാതാവിനോട് സാക്ഷ്യം പറയാൻ വേണ്ടി ഇന്ന് വന്നത്. ബാക്കി ഇവിടെ വന്ന് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് സംസാരിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് സന്തോഷമാണ് എൻ്റെ മനസ്സിൽ മൊത്തം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ പലരുടെയും പരിഹാസവും
കുറ്റപ്പെടുത്തലും എല്ലാം സഹിച്ച് ഇവിടം വരെ എത്തിയത് തന്നെ മാതാവിൻ്റെയും ഈശോയുടെ കൃപ കൊണ്ട് മാത്രമാണ്. കാരണം എനിക്കൊരു മെറിറ്റുമില്ല, എല്ലാം ഈശോയുടെയും മാതാവിൻ്റെയും കൃപ കൊണ്ട് മാത്രമാണ്. ഒരു യോഗ്യത ഇല്ലാതെയാണ് എനിക്കിപ്പോൾ പോകാൻ സാധിച്ചത്. കാരണം വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ ഒരു ദിവസം ഉറങ്ങുന്നത് തന്നെ എനിക്ക് തോന്നുന്നു 2-3 മണിക്കൊക്കെയാണ്. കാരണം അത് ഉറങ്ങാൻ പറ്റത്തില്ല, കണ്ണടച്ച് കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളാണ് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം ഈ വൈഫ് ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വൈഫിനെക്കാട്ടി മുന്നെയാണ് ഞാൻ രാവിലെ 5 മണിക്ക് എണീച്ച് വൈഫ് എണീക്കുന്നതിന് മുമ്പേ ഞാനാണ് പ്രാർത്ഥിച്ച് തുടങ്ങിയത്. ആദ്യം ഉടമ്പടി എടുത്ത് വൈഫാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട്, നീ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എൻ്റെ കയ്യിൽ പൈസ വന്ന് ഞാൻ നേരെ ഇങ്ങ് പോന്ന് ഞാൻ ഉടമ്പടി എടുത്ത് നേരെ മുകളിൽ ക്ലാസ് കേൾക്കാനായിട്ട് മുകളിലിരുന്ന സമയത്താണ് ഒരു 10 മിനിറ്റ് പോലും ഇല്ല. അപ്പോഴാണ് നമ്മുടെ ഈ കൊടുത്ത സമയത്തുള്ള സ്പോൺസർ എന്നെ ആദ്യമായിട്ട് വിളിച്ചിട്ട് വയസ്സ് ഇപ്പോൾ പോകുന്ന ജോലിയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. കാരണം ആ ജോലിയെക്കുറിച്ച് ഞാൻ വിചാരിച്ച് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു 99% ക്വസ്റ്റ്യൻ ചോദിച്ച് ഫെയിൽ ആവാനാണ് ചാൻസ് കൂടുതലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അടുത്ത് സ്പോൺസർ ചോദിച്ചതെന്ന് വെച്ചാൽ എൻ്റെ പേര്, അതായത് വയസ്സ്, കല്യാണം കഴിച്ചു, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ചോദിച്ചുള്ളൂ. എന്നിട്ട് പറഞ്ഞ് എത്രയാണ് സാലറി എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വലിയൊരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ എമൗണ്ട് തന്നെ എനിക്ക് അമ്മ മാതാവ് എനിക്ക് തന്നെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്കത് വാക്കുകളിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ജോസഫ് അച്ഛൻ്റെയും ഒരുപാട് സാന്നിധ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ തിരിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വൈഫിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് വെഴുകുതിരിയിലൂടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതും സ്വപ്നത്തിലൂടെ അമ്മ എന്നെ കാണാൻ പറ്റിയതും ജോസഫ് അച്ഛനെ തന്നെ 2-3 പ്രാവശ്യം എനിക്ക് സ്വപ്നത്തിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈഫ് അടുക്കളയായിരുന്നു. ഞാൻ വൈഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ ഭയങ്കര മണം അടിക്കുന്നു, നീനൊക്കെ അടിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ എന്തോ അത്രയാണ് സുഗന്ധമാണ്, എനിക്കൊന്നും അറിയത്തില്ല. ഭയങ്കരമായിട്ടില്ല, നമ്മുടെ മൂക്കിനകത്ത് അടിച്ച് കയറുന്ന രീതിയിലുള്ളൊരു മണം എനിക്ക് കിട്ടി. കാരണം ഞാൻ വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ജോസഫ് അച്ഛൻ്റെ ധ്യാനം കണ്ടുകൊണ്ടിരുന്ന് ധ്യാനം കണ്ട് ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, ഡ്രൈവറാണ്. അപ്പം ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് സ്കൂളിൽ പോകണം എനിക്ക്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 1:30 മണി വരെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കണ്ടിട്ട് ഞാൻ കുളിച്ചിട്ട് പോകാനായിട്ട് ഇരുന്ന സമയത്ത് ആ ധ്യാനം കണ്ട് ഫോൺ ഓഫ് ചെയ്ത് ഇങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്ന് സ്പോൺസർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിസ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ന് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചു. കാരണം ഞാൻ പറഞ്ഞിരുന്നു വെച്ചാൽ ഇനി ഇത്രയും എനിക്കെന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട്. ഈ ഗൾഫിൽ പോകുന്നതിനും വേണ്ടി മാത്രം എടുത്തത് തന്നെ. ആ കടബാധ്യത എങ്ങനെ തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചിലവാകാതെ എനിക്ക് മാതാവ് എന്നെ ഉയർത്തുകയാണെങ്കിൽ ഉയർത്തുക, അല്ലെന്നുണ്ടെങ്കിൽ വിട്ടുകളയുക എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് തന്നെ എൻ്റെ നിയോഗം നടക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം തരണം. എൻ്റെ മരണം വരെ, എനിക്കിപ്പോൾ 32 വയസ്സ് കഴിഞ്ഞ്, എൻ്റെ മരണം വരെയും എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ 6 നിയോഗങ്ങൾ ഞാൻ പറയാറേ ഇല്ല ഞാൻ. കാരണം അത്രയ്ക്ക് എനിക്ക് അമ്മയുടെ ഈശോയുടെയും ഒരുപാട് എൻ്റെ ഈ ജീവിതം തന്നെ ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചേക്കുവാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. എനിക്കിപ്പോൾ തന്നെ എനിക്കൊന്നും കൊണ്ട് വരുന്നില്ല വായന്ന്. ആ ഒരു സന്തോഷവുമായ എക്സൈറ്റ്മെൻറ്റിൽ മാതാവിനോടും ഈശോയോടും എനിക്ക് തീർത്താതിരാത്ത എൻ്റെ ഈ ജീവിതം കൊണ്ട് തന്നെയാണ് ഞാൻ നന്ദി പറയുന്നത്. എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ മാതാവിനും ഈശോയ്ക്കും മാത്രമായിരിക്കും എൻ്റെ ഈ ജീവൻ മൊത്തം. എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച സമയത്ത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര വയറുവേദനയാണ്. ഞാൻ തലകറങ്ങിയൊക്കെ വീഴുമായിരുന്നു. അത്രത്തോളം അസഹനീയമായിട്ടുള്ള വയറുവേദനയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം മാതാവിൻ്റെ ഉപ്പും തേനും അതുപോലെ തന്നെ നമ്മുടെ തൈലമൊക്കെ ഉപയോഗിച്ച് കുരിശൊക്കെ വരച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഇതുവരെ അത്രയ്ക്കുള്ളൊരു വേദന ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതൊരു എൻ്റെ രോഗസൗഖ്യമാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത വേലകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം. അത് എത്ര പൊതിയോ ആയിക്കൊള്ളട്ടെ, 5 പൊതിയെങ്കിൽ 5 പൊതി, അല്ലെങ്കിൽ 10 പൊതിയെങ്കിൽ 10 പൊതി, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കിട്ടേണ്ടവർക്ക്, അതും മാതാവിനോട് പറഞ്ഞ്, മാതാവ് ഇത് കിട്ടേണ്ടവരുടെ കയ്യിൽ തന്നെ കിട്ടണം, അമ്മ ആരെയാണോ കാണിച്ചു തരുന്നത് അവരുടെ കയ്യിൽ തന്നെ ഇത് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്. ഞങ്ങളില്ലായ്മ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രേക്ഷിത വേളയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. കാര്യം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും,
ഞങ്ങളെ കൊണ്ട് പറ്റുമോ? പക്ഷേ ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മാതാവ് തരാൻ തുടങ്ങിയത്. അത് തന്നെയാണ് ഇനി ഞങ്ങൾ മുന്നോട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നതായാലും പ്രാർത്ഥിക്കുന്നതായാലും എല്ലാ ആത്മീയതയിലായാലും ഞങ്ങളൊരു ക്രിസ്ത്യൻസ് അല്ലാതിരുന്നിട്ട് പോലും ഒത്തിരി മാതാവിലേക്കും ഈശോയിലേക്കും അടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈശോയോട് നമ്മൾ നേരിട്ട് പറയുന്നതിനെക്കാട്ടിലും മാതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നടക്കും. മാതാവ് തന്നതാണിത്, ഞങ്ങൾക്ക് തന്ന ഈ ഏട്ടന് തന്ന ഈ ജോലി എന്ന് പറയുന്നത് മാതാവ് വാങ്ങിച്ച് തന്നതാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതാവ് തന്നെ ഞങ്ങളെ പിടിച്ച് നടത്തിക്കും. ആ ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഒത്തിരി ഒത്തിരി മാതാവിന് നന്ദി പറയുകയാണ്. ഇനിയും ഈ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ തുടരാനും അനുവദിക്കണേ മാതാവ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുകയാണ്. നന്ദി. സങ്കീർത്തനങ്ങൾ 107 35 മുതൽ 37 വരെ തിരുവചനങ്ങൾ. അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്നു. അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവ് നേടുകയും ചെയ്യുന്നു. നന്ദിനി എന്ന ഈ മകളും ജീവിത പങ്കാളിയും ഉടമ്പടി പ്രകാരമുള്ള വളരെ ക്വാളിറ്റിയുള്ള അർത്ഥപൂർണമായൊരു സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയോട് ചേർന്ന് നമ്മുടെ ആത്മാവും ശരീരവും പ്രാർത്ഥനകളും ചെയ്തികളും ഒരുപോലെ കൊടുക്കുമ്പോൾ തടസ്സങ്ങൾ മാറിക്കൊണ്ട് അന്ന് വരെ തെളിയാത്ത പ്രത്യാശകൾ തുറന്നുകൊണ്ട് വഴികൾ തുറന്നുകൊണ്ട് അമ്മ നമ്മുടെ കരം പിടിച്ച് നടത്തും. അത് നമ്മൾ കാണുന്ന കാഴ്ചകളല്ല അമ്മയ്ക്കുള്ളത്. അമ്മ നമുക്കപ്പുറം കാണും. ഒരാളെ തൊട്ടാൽ എത്രത്തോളം അതിൽ അവർക്ക് ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാവും. രണ്ടുപേരും ഒരുപോലെ പറയുന്നുണ്ട്, എൻ്റെ നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട മകനായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി അത് തന്നെയാണ് വേണ്ടത്. ഉടമ്പടി ഭൗതികമായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഏതെങ്കിലും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി അമ്മ മാതാവിന് അല്പകാലത്തേക്ക് വട്ടം പിടിക്കുവാനുമുള്ളതല്ല ഉടമ്പടി. മറിച്ച് ഉടമ്പടി ജീവിതത്തെ ദൈവസ്നേഹത്തോടുകൂടി പുനഃക്രമീകരിക്കുവാനും നിത്യതയെ സ്വന്തമാക്കും വിധം ആത്മശുദ്ധിയോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുവാനും നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവസ്നേഹത്താൽ നിറച്ച് മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. അതിന് ഈ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ക്ലേശങ്ങൾ മാറുന്നതിനാണ് ഭൗതികമായ നന്മകൾ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നത്. ഈ മക്കൾ പറയുന്നില്ലേ, ഞങ്ങൾ ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ അമ്മയോട് പറയുവാൻ വാക്കുകൾ പോലുമില്ല, നന്ദി മാത്രമേ ഉള്ളൂ. ജീവിതം മുഴുവനും അമ്മയ്ക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അടുത്ത ദിവസം പോവുകയാണെങ്കിലും അമ്മയോട് പറയാതെ പോകാനാവില്ല. അമ്മ ദാനമായി കരങ്ങളിൽ വെച്ച് തന്ന ഈ വലിയ അനുഗ്രഹത്തെ മകൾക്ക് ജോലിയായിട്ട്, മകന് ജോലിയായിട്ട്, ബാധ്യതകൾ മാറും വിധം ഒരു പൈസ പോലും മുടക്കാതെ നല്ല കടത്ത് നിൽക്കുമ്പോൾ വിദേശത്തേക്ക് എത്തിച്ചേരും വിധം എല്ലാ സാഹചര്യങ്ങളും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയോ പ്രാർത്ഥിക്കുന്നത് പോലെ ക്രമീകരിച്ചു കൊടുത്തുകൊണ്ട് ദൈവം വെളിപ്പുറത്തുണ്ടെന്ന്, ചെവിചായ്ച്ച് കേൾക്കുമെന്ന്, കരം പിടിച്ച് രക്ഷിക്കുമെന്ന് ഈ മക്കൾ വാക്കുകളിലൂടെ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയാൽ ദൈവം കൂടെ നിന്ന് സഹായിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾക്ക് പറയാനുള്ളത്. ഇവർക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കരഘോഷത്തോടെ ഈ സാക്ഷ്യം സമർപ്പിക്കാം. എൻ്റെ പേര് സുധാകുമാരി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 17/6/2022 കടം കൊണ്ട് നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരൻ്റെ സഹായത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. വലിയ വലിയ കാര്യം, എൻ്റെ മക്കളുടെ 2 പേരുടെ ജോലിക്കാര്യം എഴുതി. അതിൽ ഇപ്പോൾ എൻ്റെ ഇളയ മകന് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. എൻ്റെ മോനും ഉടമ്പടി എടുത്തു. ഇവിടെ എൻ്റെ മോൻ ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മോന് ആ ജോലി കിട്ടി. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി ഞാൻ അറിയിക്കുന്നു. ഒരുപാട് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മാതാവിനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ മാതാവും തിരുക്കുമാരനും നമ്മളെ കൂടെ ഉണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും മാതാവ് കൂടെ, ആരും ഇല്ലാത്ത നമുക്ക് മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയും എല്ലാത്തിലും രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോയത്. ഇത്രയും 3 വർഷക്കാലം ആരുമില്ലാത്ത എനിക്ക് എൻ്റെ മാതാവിൻ്റെ ഒരു സഹായത്തോടു കൂടി മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോയത്.
എന്ന് വേണം പറയാൻ. ഓരോ ദിവസങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളും എല്ലാം തരണം ചെയ്ത് ഇവിടെ വരെ എത്തി. ഇപ്പോൾ എൻ്റെ മോന് അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ബാക്കി എൻ്റെ മകൻ പറയും. എൻ്റെ പേര് ആകാശ് പി കുമാർ. ഞാൻ ആദ്യം തന്നെ ഈ അൽത്താരെ നിൽക്കാൻ സഹായിച്ചതിന് തിരുകുമാരനോടും മാതാവിനോടും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 6-ാം മാസം 8-ാം തീയതിയാണ്. ഉടമ്പടി എടുത്ത അന്നോട്ട് ഇന്ന് വരെയും പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഏത് സാഹചര്യം വന്നാലും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ മുമ്പോട്ട് പോകാറുള്ളൂ. അമ്മയും പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ വന്ന കൊച്ചും ആ കൊച്ചിൻ്റെ അമ്മയും എല്ലാവരും കൂടെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത്. വന്ന് കണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പം എന്തൊരാവശ്യം വന്നാലും എന്തൊരു വിഷമം വന്നാലും ആദ്യമേ മാതാവ് എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു കാര്യം മാത്രം എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ഞാൻ പോലും അറിയാതെ എൻ്റെ വായിലങ്ങനെ സംസാരിച്ചു പോകും. ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് തുടങ്ങിയത് ഈ പള്ളിയിലാണ്. അന്നോട്ട് ഇന്നുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ പുറത്തോട്ട് പോകത്തില്ല, നാട്ടിൽ തന്നെ നിൽക്കും. എനിക്ക് ഈ നാട്ടിൽ ഇവിടുത്തെ പോലീസ് ജോലിയായിരുന്നു എനിക്ക് ആഗ്രഹം. 3-4 കൊല്ലം കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് PSC എക്സാം എഴുതി വരുന്നുണ്ട്. ഓരോ വട്ടവും ഓരോ കാരണങ്ങളായിട്ട് അത് മുമ്പോട്ട് വന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നിട്ട് അത് കൈ കിട്ടാതെ പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പം കുറച്ചൊക്കെ ഫിനാൻഷ്യൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേന് ഞാൻ തന്നെ തീരുമാനിച്ചു ഒരു 3-4 കൊല്ലം പുറത്ത് പോയി നിന്നിട്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. 1 മാസം ആവുന്നതിന് മുമ്പേ തന്നെ ഒരു പത്രത്തിലൊരു ആഡ് കണ്ടു. ആ ആഡിന് പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് ഓക്കെ ആയി. തിരിച്ചു വന്ന് 2-ാമത്തെ ദിവസം എനിക്ക് കോൾ വന്നത് എനിക്ക് ഓക്കെ ആയിട്ടുണ്ട് എന്ന് അവരുടെ ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഓഫീസിൽ ചെന്ന് സംസാരിച്ചപ്പം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ് ആദ്യമേ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, അത് എങ്ങനെയെങ്കിലും ആവും. വീട്ടിൽ സംസാരിച്ചപ്പോൾ എല്ലാവരും തന്ന ധൈര്യത്തിൻ്റെ പേരിൽ, മാതാവിൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ ഞാനത് എങ്ങനെയെങ്കിലും ആവും എന്ന് വിചാരിച്ച് ഞാനത് ഓക്കെ പറഞ്ഞു. എല്ലാം ആയി. പൈസ കൊടുക്കേണ്ട സമയം വിസ വന്നതിന് ശേഷം പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വിസ വന്ന് അതുവരെയും എനിക്ക് 1 രൂപ പോലും എൻ്റെ കയ്യിലായിട്ടില്ലായിരുന്നു. ഞാൻ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച ആൾക്കാരുടെ ചോദിച്ച ആരുടെ കയ്യിലും അന്നേരം വരെ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതും. ആരുടെ കയ്യിൽ നിന്ന് എനിക്കത് കിട്ടിയില്ല. പിന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എന്നെ സഹായിച്ചാണ്, എന്നെ വിശ്വസിച്ച് സഹായിച്ചാണ്. അത് മാതാവിൻ്റെ ഒരു കാരണമായിട്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന രീതിയിൽ എനിക്ക് ജോലി കിട്ടിയതും ദുബായ് പോലീസിൻ്റെ അണ്ടറിൽ വരുന്ന സെക്യൂരിറ്റി ഗാർഡായിട്ടാണ്. ഞാൻ നാട്ടിലെ പോലീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിൽ എഴുതിയത്. പക്ഷേ എനിക്ക് കിട്ടിയത് ദുബായ് പോലീസിന് അണ്ടറിൽ വരുന്ന സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ജോലിയാണ്. ഈ ജോലി കിട്ടിയതിൽ മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു. ഒപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നതിൻ്റെ പേരിൽ നമ്മൾ പത്രം എല്ലാ ഞായറാഴ്ചയും വിതരണം ചെയ്യുന്നുണ്ട്. പള്ളി വന്നിട്ട് പോകുമ്പോൾ നമ്മൾ പത്രം നമ്മളെ കൊണ്ട് കഴിയാവുന്നത്രയും വാങ്ങിച്ചുകൊണ്ട് പോവുകയും പറ്റാവുന്നത്ര എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ നമ്മൾ കൊല്ലത്ത് തന്നെയുള്ള പള്ളിയിലായാലും അല്ലാതെ ഉള്ള ആൾക്കാരുള്ള സ്ഥലങ്ങളിലായാലും പോയി കണ്ട് സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് പത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മിക്ക ഞായറാഴ്ച ആഹാരങ്ങൾ കൊടുത്ത് ഓരോ ഗവൺമെൻറ് ആശുപത്രികളുടെ ഫ്രണ്ടിലും അല്ലാതെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റിയതിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആട്ടോ എടുക്കാൻ പറ്റി. അതെല്ലാം മാതാവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ്. വരുമാന മാർഗമായിട്ട് ഞങ്ങൾക്കൊരു ഉപജീവന മാർഗത്തിനായിട്ടൊരു വണ്ടി വേണമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. സ്വന്തമായി പുതിയൊരു വാഹനം തന്നെ എൻ്റെ മുറ്റത്ത് വന്ന് അതുപോലെ ഓരോരോ കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഇന്ന് എൻ്റെ മോൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, മാതാവ് ഞങ്ങളെ കൂടെ ഉണ്ടെന്നുള്ളതിന് എനിക്കൊരു സാക്ഷ്യം തരണമെന്ന്. ഇന്ന് എൻ്റെ മോൻ്റെ കയ്യിൽ മാതാവിനെ തന്നെ കിട്ടി. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഞങ്ങൾക്ക് ഇനിയും പൈസയുടെ ആവശ്യമുണ്ട്. അത് എൻ്റെ മാതാവും തിരുകുമാരനും ഞങ്ങൾക്ക് നടത്തിത്തന്ന് എൻ്റെ മോൻ അടുത്ത ആഴ്ച പോവാനും രക്ഷപ്പെടാനും എല്ലാമുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, വാടകയ്ക്ക് താമസിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുമ്പോഴും ഞാൻ എൻ്റെ മാതാവിനെയാണ് വിളിക്കുന്നത്. എൻ്റെ മാതാവും തിരുകുമാരനും അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ എനിക്ക് ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ്. ഏത് കാര്യത്തിന് പോയാലും കാശുരൂപവുമായാണ് ഞാൻ പോകുന്നത്. മോൻ്റെ അടുത്തും പറയും, മക്കൾ ഇതിനിറങ്ങി തിരിച്ചപ്പോഴേ കാശുരൂപവുമായി പോകും. അന്നേരം അവൻ എന്നെ വിളിച്ചിട്ട് പറയും, അമ്മ എൻ്റെ കൂടെ ആരുമില്ല, ഓരോ കാര്യത്തിനും ഞാൻ ഓടി നടക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, മക്കൾ ഒറ്റയ്ക്കല്ല, മോൻ്റെ കൂടെ വരേണ്ട ആളുണ്ട്. എല്ലാ കാര്യവും ആ മാതാവ് നടത്തി തരും. മനുഷ്യരായി ആരും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും അമ്മ മാതാവും തിരുകുമാരനും നിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പവും വരുത്താതെ നിനക്കിത് സക്സസ് ആക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അവൻ പറയുന്നത്, പൈസയ്ക്ക് പൈസയും ഇല്ല, ആളുമില്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് എല്ലാ കാര്യത്തിനും ഓടണം, അതിൻ്റെ ഇടയിൽ ജോലിക്കും പോകണം, എല്ലാം ഞാൻ പറഞ്ഞു. എന്ത് പ്രതിസന്ധി വന്നാലും
മാതാവ് വിചാരിച്ച മക്കൾ ഇത് നീ വിചാരിച്ചത് ഇവിടുത്തെ പോലീസാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ അവിടെ എത്തിച്ചേരാനാണ് മാതാവ് നിനക്ക് അനുഗ്രഹം തന്നത്. ഈ അനുഗ്രഹത്തിൽ മക്കൾ മുന്നോട്ട് പോകണം, ഒരിക്കലും തളരരുത്. ഒത്തിരി തവണ എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, പോകുന്നിടത്തുനിന്നൊന്നും പൈസ കിട്ടുന്നില്ല, ഞാൻ എങ്ങനെ പോകും, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, ഇപ്പുറത്ത് നമുക്ക് കടമുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു, കാശ് രൂപം നിൻ്റെ കയ്യിലുണ്ട്, നീ ആ ഒരൊറ്റ ധൈര്യത്തിൽ മുൻപോട്ട് പോയിക്കോ, എല്ലാ കാര്യങ്ങളും നിനക്ക് ആ മാതാവ് നടത്തിത്തരും. നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈവിടത്തില്ല മാതാവ്. ഈ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാതാവ് കൈവിടത്തില്ല എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് മുന്നോട്ട് പോയത്. ഇപ്പോഴും ഇവിടെ വെച്ചും ഞാനത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ മോൻ്റെ കയ്യിൽ ഇന്ന് മാതാവിൻ്റെ രൂപമാണ് മോൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി അതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം ഇന്നിപ്പോൾ അവനുമായിട്ടുണ്ട്. മാതാവ് എൻ്റെ കൂടുണ്ട്, ബാക്കി കാര്യങ്ങൾക്ക് എല്ലാം ശരിയാവും. അവൻ്റെ കൂടെയുള്ള ആളിനിപ്പം വ്യാഴാഴ്ച പോകാനുള്ള ടിക്കറ്റ് വരെ ഓക്കെ ആയി. നമുക്ക് ടിക്കറ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇനി പൈസയുടെ കുറവുണ്ട്, അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാം. അത് മാതാവ് തന്നെ നടത്തി തരുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് മാതാവിന്. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിലും സർക്കാർ ഹോസ്പിറ്റലുകളിലും വഴിയലിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും അനാഥാലയത്തിലും ഒക്കെ പോയി നമ്മളെ കൊണ്ട് കഴിയുന്നത്, ഒരുപാടൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ലെങ്കിലും വീട്ടിൽ ആഹാരം ഉണ്ടാക്കി ഉള്ള കഴിവിനനുസരിച്ചുള്ള ആഹാരം ഉണ്ടാക്കി കൊണ്ടു ചെന്ന് പൊതിയായി കൊണ്ടുവന്ന് അവർക്ക് കൊണ്ടുവന്ന് ഒരു നേരത്തെ ആഹാരത്തിനുള്ളതെങ്കിലും കൊടുക്കാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാനുള്ള ഇത് മാതാവ് തരുന്നതിനനുസരിച്ച് നമ്മൾ ഇനി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എന്നെ ഈ അൾത്താരയിൽ കയറി നിന്ന് എനിക്ക് ഇത്രയും പറയാനുള്ള ഇത് തന്നതിന് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും. പിന്നെ ജീവിതകാലം മുഴുവനും മരണം വരെയും ഈ ഉടമ്പടി മുൻപോട്ട് പോകണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം, അല്ലാതെ വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു തവണ കൂടി ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി, അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. ഇവിടെ സുധാകുമാരി എന്ന അമ്മയും ആകാശ് എന്ന മകനും അവർ വളരെ സന്തോഷത്തോടുകൂടി വളരെ ആനന്ദത്തോടുകൂടി തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. പരിശുദ്ധ അമ്മ ഈ സമയത്ത് 2:30 എന്ന ഈ സമയത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ പറഞ്ഞത്, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളെയും എല്ലാ വേദനകളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നൽകുവാനും നമ്മുടെ അപകടങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷപ്പെടുത്തുവാനും ഈ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ കാത്തുരക്ഷിക്കാനും വേണ്ടി ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ ഡിസംബർ 7-ാം തീയതി, അടുത്ത മാസം ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഈ അൾത്താരയിൽ തന്നെ അമ്മായി നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫ് അച്ഛനോട് പറഞ്ഞത്, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക. വിശ്വാസ ജീവിതത്തിലുള്ള ദുരന്തങ്ങൾ, കുടുംബജീവിതത്തിലുള്ള ദുരന്തങ്ങൾ, ഡിവോഴ്സ്, കുഞ്ഞുണ്ടാകാത്ത, വീട്ടുപ്രശ്നങ്ങൾ, ജോലിയില്ലാത്തത്, വീടില്ലാത്തത്, വഴിയില്ലാത്തത്, കോടതി കേസുകൾ, ജയിലിലടയ്ക്കപ്പെട്ട കേസുകൾ, ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹം പോലെ ഈശോയോട് പറയുകയാണ്, മകനെ അവർക്ക് അതില്ല, മകനെ അവർക്ക് വീഞ്ഞില്ല, മകനെ അവർക്ക് ജോലിയില്ല. ഇവിടെ സുധാകുമാരിയുടെയും ആകാശ് എന്ന മകൻ്റെയും പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് നൽകി അവർക്ക് വലിയ ഒരു സമ്മാനമാണ് കൊടുത്തിരിക്കുന്നത്. മകൻ പറയുകയായിരുന്നു, എനിക്കൊരു പൂ ചോദിച്ചപ്പോൾ എനിക്കൊരു വസന്തകാലം തന്നെ തന്നു. ഞാൻ PSC ടെസ്റ്റ് എഴുതി എനിക്കൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടാനിരിക്കുമായിരുന്നു. പക്ഷേ എന്നെ ദുബായിലേക്ക് അമ്മ കൊണ്ടുപോവുകയാണ്. അവിടെ എനിക്കൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അമ്മ ജോലി തന്നിരിക്കുകയാണെന്ന്. നാം അങ്ങനെയാണ്. ഉടമ്പടിയിൽ നാം നിബന്ധനകൾ കൃത്യമായി പാലിച്ചാൽ, നാം ഈശോയോട് വിശ്വസ്തത പാലിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ടെന്നാണ് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ ഉടമ്പടി ജീവിതത്തിലും നമുക്ക് വളരെ വിശ്വസ്തരായിരിക്കാം. വിശ്വസിക്കുമ്പോൾ, വിശ്വസ്തത കാണിക്കുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി നമുക്ക് തന്നെയും കാണാം. നാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പല മക്കളും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം തന്നെ എനിക്ക് പറയാനാണ് ആഗ്രഹം.
ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ സന്തോഷത്തോടെ കൊയ്തുകൊണ്ട് പോകുമ്പോൾ, അവർ ഇവിടുത്തെ കൃപാസന പത്രങ്ങളുമായി പോകുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ തന്നെ ജീവിതമാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനത്തിന് സുവിശേഷ വേലയായി ഞാൻ മാതൃകയായി നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഈശോ നിങ്ങളെ കൃത്യമായ നിത്യത വരെ. അമ്മ സുധാകുമാരി പറയുന്നു, ഞാൻ മരണം വരെയും ഉടമ്പടിയിലായിരിക്കും. ഒരിക്കലും ഉടമ്പടി ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരികയില്ല. ഞാനതൊരിക്കലും ബ്രേക്ക് ചെയ്യുക. അത്രമാത്രം ആഴമായ സ്നേഹത്തിലൂടെയാണ് ഇപ്പോൾ ഈ കുടുംബം മുന്നേറുന്നത്. സുധാകുമാരിയുടെയും ആകാശിൻ്റെയും നല്ല സാക്ഷ്യത്തിനും അവരുടെ എല്ലാ കുടുംബത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം.